Good morning to you all. Today we are moving on to our next lesson, The Kite Maker. It is a story written by Ruskin Bond. First of all, let's have an idea about Ruskin Bond. Ruskin Bond is an Indian author of British descent. റസ്കിൻ ബോണ്ട് എന്ന് വെച്ചാൽ 1934 ജനിച്ച ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. പക്ഷേ അതൊരു ബ്രിട്ടീഷ് ഒറിജിനുള്ള ബ്രിട്ടീഷ് ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഒരു ബ്രിട്ടീഷ് പാരമ്പര്യത്തിലുള്ള ഒരു ഇന്ത്യൻ ഓതറാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഇന്ത്യൻ ഓതറാണ് റസ്കിൻ ബോണ്ട്. ഹി വാസ് ബോൺ ഇൻ 1934 1934 ജനിച്ചു. ഇൻ 1992 1992 ഹി ഗോട്ട് ദ സാഹിത്യ അക്കാദമി ആൻഡ് ദ ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് ലിറ്ററേച്ചർ അവാർഡ്സ്. അപ്പോൾ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് ലിറ്ററേച്ചർ അവാർഡും നൽകി അദ്ദേഹത്തിനെ ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് ലിറ്ററേച്ചർ ഓണേർഡ് ഹിം വിത്ത് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ. അപ്പോൾ അദ്ദേഹത്തിന് 1992 സാഹിത്യ അക്കാദമി അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ അക്കാദമിയും സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ലിറ്ററേച്ചറിനുള്ള സാഹിത്യത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു, ആദരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ എന്ന് പറയുന്ന വർക്കിനാണ് ഈ അവാർഡ് കിട്ടിയത്. അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് സാഹിത്യ അക്കാദമിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ അക്കാദമിയും കൂടി ചേർന്നാണ് ഈ സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് നൽകിയത്. ഹി വാസ് അവാർഡ് ദ പത്മശ്രീ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടി ഇൻ 1999 ആൻഡ് ദ പത്മഭൂഷൺ ഇൻ 2014. 2014 പത്മഭൂഷണും അതുപോലെ തന്നെ പത്മശ്രീ അവാർഡ് 99 ഒക്കെ അദ്ദേഹത്തിന് കിട്ടി. ഹി നൗ ലീവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡർ. ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹി നൗ ലീവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി എന്ന് വെച്ചാൽ ദത്തെടുക്കപ്പെട്ട ഫാമിലി അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡർ ഇൻ മുസൂറി. ഇപ്പം അദ്ദേഹം ജീവിക്കുന്നതെന്ന് വെച്ചാൽ മുസൂറിയിലാണ്, ഇന്ത്യയിലെ മുസൂറിയിലെ അദ്ദേഹത്തിൻ്റെ അഡോപ്റ്റഡ് ഫാമിലി എന്ന് വെച്ചാൽ ദത്തെടുക്കപ്പെട്ട ഫാമിലി, അതുപോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. മുസൂറിയിലെ ലാൻഡോറിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കഥ എഴുതും. കഥ എഴുതുമ്പോഴെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതി. കാരണം 2014 പത്മഭൂഷണൊക്കെ അദ്ദേഹത്തിന് കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈറ്റ് മേക്കർ എന്ന് പറയുന്ന കഥയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കൈറ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെഹ്മൂദ് എന്ന് പറയുന്ന ഒരു കൈറ്റ് മേക്കറിൻ്റെ, കൈറ്റ് എന്ന് വെച്ചാൽ പട്ടം, കൈറ്റ് മേക്കർ എന്ന് വെച്ചാൽ എന്താ, പട്ടം നിർമ്മിക്കുന്ന ആൾ, പട്ട നിർമ്മാതാവ് എന്ന് വെച്ചാൽ പട്ടം ഉണ്ടാക്കുന്ന ആൾ. കാരണം പണ്ടത്തെ കാലത്ത് നമുക്കറിയാം കുട്ടികളൊക്കെ കളിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ വീഡിയോ ഗെയിമും ഫോണും ഒന്നും ആയിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, അന്ന് ഇങ്ങനെ പട്ടം അല്ലെങ്കിൽ ഇതുപോലെ പന്തുകളി ഇങ്ങനെയുള്ള പല പല വിനോദങ്ങളിലാണ് ആളുകളൊക്കെ ഏർപ്പെട്ടിരുന്നത്. അപ്പം മെഹ്മൂദ് എന്ന് പറയുന്ന ഒരു പട്ടം ഉണ്ടാക്കലുകാരൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കഥയിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രായം വന്ന സിറ്റുവേഷൻ ഓർക്കുവാണ്. ചെറുപ്പത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പട്ടമാണ് ഒരുപാട് ആളുകൾ പറപ്പിച്ച് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ, നാഗരികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് പറ്റി, ഇപ്പം എന്ന് വെച്ചാൽ സിറ്റി ലൈഫ് വന്നതോടുകൂടി ഇങ്ങനെയുള്ള വിനോദങ്ങളൊക്കെ കുറയുകയും അദ്ദേഹത്തിൻ്റെ പട്ടത്തിനും ഒന്നും പ്രാധാന്യം ഇല്ലാതാകുകയൊക്കെ ചെയ്തു. അതൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അവസാനം അദ്ദേഹം മരിക്കുന്നതായിട്ട് കാണും. Now let's have a look at the story. First of all, let's have an introduction. We live in a world where people tend to be more selfish and mechanical. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ പിടിയിലാണ്. എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ സെൽഫിഷ് ആയിട്ടുള്ള, മോർ സെൽഫിഷ് ആൻഡ് മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു വേൾഡാണ്. മെക്കാനിക്കൽ എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടുത്തത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം എല്ലാം മെഷീനുകളാണ് കൂടുതലും കൺട്രോൾ ചെയ്യുന്നത്. യന്ത്രവൽക്കരിക്കപ്പെട്ട ലോകത്തോട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ സെൽഫിഷാണ്, സ്വാർത്ഥ മതികളാണ്. ദേ ഫോർഗെറ്റ് ദ ബൈഗോൺ എന്ന് വെച്ചാൽ പാസ്റ്റ് ഡേയ്സ്, പാസ്റ്റ് പാസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയത്. ബൈഗോൺ എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാലങ്ങൾ എന്നുള്ള കഴിഞ്ഞു പോയ സമയത്തെ പറയുന്നതാണ് ബൈഗോൺ ഡേയ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലം എന്നുള്ള മീനിങ്ങിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ഡേയ്സ്, ഭൂതകാലം, ബൈഗോൺ ഡേയ്സ്. ആൻഡ് ദ പീപ്പിൾ ഹു വൺസ് ഫിൽഡ് അതേഴ്സ് ലീവ്സ് വിത്ത് പ്ലഷർ. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ ആളുകളെന്ന് വെച്ചാൽ എന്താ, അവർ വളരെ സ്വാർത്ഥമതികളാണ്. അവർ പണ്ട് കാലത്തെ ആളുകൾ, അതായത് നമുക്ക് സന്തോഷം നൽകിയിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സന്തോഷം അനുഭവിക്കാൻ കാരണമായ ആളുകളെക്കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കാറില്ല. പ്ലഷർ എന്ന് വെച്ചാൽ സന്തോഷം. ഹിയർ വി സീ മെഹ്മൂദ് ദ കൈറ്റ് മേക്കർ ഹു ഇൻ ഹിസ് ഓൾഡ് ഏജ്. ഇപ്പോൾ നമ്മൾ ഈ കഥയിൽ കാണുന്നത് എന്താ, ഇവിടെ നമ്മൾ കാണുന്ന
വി സി മെഹമ്മൂദ് എന്ന് വെച്ചാൽ എന്താ, ഒരു കൈറ്റ് മേക്കറാണ്. ദ കൈറ്റ് മേക്കർ ഹു ഇൻ ഹിസ് ഓൾഡ് ഏജ്, പ്രായമായ അവസ്ഥയിൽ റെമിനിസൻസ് ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. ഇപ്പോൾ പ്രായമായ, ഞാൻ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രായമായ സമയത്ത് മെഹമ്മൂദ് എന്ന് പറയുന്ന പട്ടം ഉണ്ടാക്കലുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ല ദിനങ്ങളെക്കുറിച്ച് ഓർക്കുവാണ്. ദോസ് വെർ ദ ഗുഡ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓർക്കുവാണ്. എൻ്റെ ജീവിതത്തിലെ നല്ല കാലങ്ങൾ നിർത്തുകൊണ്ട് അദ്ദേഹം പഴയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി. നമുക്ക് ഈ കഥ വായിച്ച് ആസ്വദിക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. ദർ വാസ് ബട്ട് വൺ ട്രീ ഇൻ ദ സ്ട്രീറ്റ് നോൺ ആസ് ഗലിറാം നാഥൻ. അപ്പം ഗലിറാം നാഥൻ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റ്, തെരുവ്, ആ തെരുവിൽ ഒരേ ഒരു മരമുണ്ട്. ആൻ ഏൻഷ്യൻറ്റ് ബനിയൻ ട്രീ എന്ന് വെച്ചാൽ എന്താ, ആൽമരം. ബനിയൻ ട്രീ ദാറ്റ് ഹാഡ് ഗ്രോൺ ത്രൂ ദ ക്രാക്സ് ഓഫ് ദ അബാൻഡോൺഡ് മോസ്ക് ആൻഡ് ലിറ്റിൽ അലീസ് കൈറ്റ്. അപ്പം ഇതെന്ന് വെച്ചാൽ എന്താ, ഗലിറാം നാഥ് എന്ന് പറയുന്ന സ്ട്രീറ്റിൻ്റെ പേരാണ്. നമ്മൾ ഗാന്ധിനഗർ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു തെരുവിൻ്റെ പേരാണ് ഗലിറാം നാഥൻ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ തെരുവിൽ ഒരു ഏൻഷ്യൻറ്റ് എന്ന് വെച്ചാൽ എന്താ, പുരാതനമായിട്ടുള്ള ഒരു ബനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരമാണ്. ഒരു പുരാതനമായിട്ടുള്ള ബനിയൻ ട്രീ ഉണ്ട്. ദാറ്റ് ഹാഡ് ഗ്രോൺ ത്രൂ ദ ക്രാക്സ് ഓഫ് ദ അബാൻഡോൺഡ് മോസ്ക്. അബാൻഡോൺഡ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട, മോസ്ക് നിങ്ങൾക്കെല്ലാം അറിയാം, മുസ്ലിം നിസ്കാരപ്പള്ളിയാണ് മോസ്ക് എന്ന് പറയുന്നത്. അപ്പം ഉപേക്ഷിക്കപ്പെട്ട മോസ്കിൻ്റെ സമീപത്ത് ഒരു ബനിയൻ ട്രീ ഉണ്ട്. ആൻഡ് ലിറ്റിൽ അലീസ് കൈറ്റ് ഹാഡ് കോട്ട് ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ്. ലിറ്റിൽ അലി എന്ന് പറയുന്നത് അത് ഗലിറാം നാഥൻ്റെ ഒരു പേരക്കുട്ടിയാണ്, അലി എന്ന് പറയുന്ന അലി. അപ്പം അലിയുടെ പട്ടം പലതവണ ഉടക്കിയിട്ടുള്ള ഒരു ബനിയൻ ട്രീ ഉണ്ട്. ഇപ്പോഴല്ല, നേരത്തെ പട്ടമുള്ള കാലത്ത് ഉടക്കിയിട്ടുണ്ട്. ദ ബോയ് ബെയർ ഫുട്ട് ആൻഡ് ക്ലാഡ് ഒള്ളി ഇൻ ടോൺ ഷർട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമാനായിട്ടുള്ള അലിയെക്കുറിച്ച് ഓർക്കുക. ദ ബോയ് ബെയർ ഫുട്ട് എന്ന് വെച്ചാൽ എൻ്റെ പാദം, ബെയർ ഫുട്ട് എന്ന് വെച്ചാൽ എൻ്റെ നഗ്നപാദം എന്ന് വെച്ചാൽ ചെരുപ്പില്ലാത്ത പാദം. ബെയർ ഫുട്ട് ആൻഡ് ക്ലാഡ് ഒള്ളി ഇൻ ടോൺ ഷർട്ട്. ടോൺ എന്ന് വെച്ചാൽ കീറി പറഞ്ഞ്, ടോൺ ഷർട്ട്. റാൻ അലോങ് ദ കോബിൾഡ് സ്റ്റോൺസ് ഓഫ് ദ നാരോ സ്ട്രീറ്റ് ടു വെയർ ഹിസ് ഗ്രാൻഡ് ഫാദർ സാറ്റ് നോഡിങ് ഡ്രീംലി ഇൻ ദ സൺഷൈൻ ഓഫ് ദർ ബാക്ക് കോർട്ട്യാർഡ്. അപ്പം അദ്ദേഹം ആദ്യം ബനിയൻ ട്രീയെക്കുറിച്ച് പറഞ്ഞു. ആ ബനിയൻ ട്രീയിലെ കൊച്ചുമാനായിട്ടുള്ള അലിയുടെ പട്ടം ഉടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമാനായിട്ടുള്ള അലിയെക്കുറിച്ച് പറയുക. ദ ബോയ് ഹു വാസ് ബെയർ ഫുട്ട് എന്ന് വെച്ചാൽ നഗ്നപാതനായിട്ടുള്ള കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അവനങ്ങനെ ഷർട്ടൊക്കെ എന്ന് വെച്ചാൽ അവൻ കീറി പറഞ്ഞായിരുന്നു. അവനെപ്പോഴും എന്നാ ചെയ്യും, ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തോട്ട് വരുമായിരുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ സ്വപ്നത്തിൽ മുഴുകിയിരിക്കുന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് ഈ പയ്യൻ വരുന്ന കാര്യം ഇദ്ദേഹം പറയും. ഗ്രാൻഡ് ഫാദർ വെച്ചാൽ ഇദ്ദേഹം തന്നെ. ഗ്രാൻഡ് ഫാദർ ഷൗട്ടഡ് ദ ബോയ് മൈ കൈറ്റ് ഹാസ്. ഗ്രാൻഡ് ഫാദർ ഷൗട്ടഡ് ദ ബോയ് എന്ന് വെച്ചാൽ എന്താ, ഗ്രാൻഡ് ഫാദറിനെ കൊച്ചു വിളിക്കുക. കൊച്ചിങ്ങനെ പലതവണ ഓടി വന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ സ്വപ്നത്തിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ പേരക്കുട്ടി വന്ന് വിളിക്കാറുണ്ട്. ഗ്രാൻഡ് ഫാദർ മൈ കൈറ്റ് ഹാസ് ഗോൺ. എപ്പോഴും വന്ന് പറയും, ഗ്രാൻഡ് ഫാദറിനോട് പറയും എൻ്റെ പട്ടം പോയി എന്ന് പറയും. എവിടെ പട്ടം പോയത്, ഈ ബനിയൻ ട്രീയിൽ ഉടക്കിയിട്ടുണ്ടെന്ന് വന്ന് പറയും. ദ ഓൾഡ് മാൻ വോക്ക് ഫ്രം ഹിസ് ഡേ ഡ്രീം. അപ്പോൾ ഡേ ഡ്രീം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ട്. രാത്രി കാണുന്ന സ്വപ്നമുണ്ട്, അതിനെ നൈറ്റ് മെയർ എന്ന് പറയും. ഡേ ഡ്രീം എന്ന് വെച്ചാൽ ദിവാസ്വപ്നം, പകലിരുന്ന ആളുകൾ ഓരോ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്ത് പറയും, ദിവാസ്വപ്നം എന്ന് പറയും. അപ്പം ഇങ്ങനെ പേരക്കുട്ടി ഓടി വന്ന് വിളിക്കുമ്പോഴാണ് ഗ്രാൻഡ് ഫാദർ പലപ്പോഴും സ്വപ്നത്തിൽ നിന്ന് എണീക്കാറ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഗ്രാൻഡ് ഫാദറായിട്ടുള്ള മെഹമ്മൂദ് ഓർക്കുവാണ്. ദ ഓൾഡ് മാൻ വോക്ക് ഫ്രം ഹിസ് ഡേ ഡ്രീം. അപ്പം സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരും. വെയ്ക്ക് എന്ന് വെച്ചാൽ ഉണരുക, വോക്ക് എന്ന് വെച്ചാൽ ഉണർന്നു. വിത്ത് എ സ്റ്റാർട്ട് ആൻഡ് റൈസിങ് ഹിസ് ഹെഡ് ഡിസ്പ്ലേഡ് എ ബിയേഡ് എന്ന് വെച്ചാൽ താടി. അതുകൊണ്ട് തന്നെ ഇവൻ എണീക്കുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ ഇങ്ങനെ കാണാം. ദാറ്റ് വുഡ് ഹാവ് ബീൻ വൈറ്റ് ഹാർഡ് ഇറ്റ്സ് നോട്ട് ബീൻ ഡൈഡ് എന്ന് വെച്ചാൽ ഡൈ അടിച്ചിട്ടില്ലെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിയുടെ അവസ്ഥ എന്താ, കൊച്ചുമോൻ വന്ന് വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ താടി കാണുന്നത് ഇങ്ങനെ വെള്ള കളറിലാണ്, ഇതുവരെ ഡൈ ചെയ്യാത്ത തരത്തിലുള്ള താടിയാണ്. വിത്ത് മെഹന്തി ലീവ്സ്. അപ്പോൾ അന്ന് ഡൈഡ് റെഡ് ഇറ്റ് ഹാസ് ബീൻ നോട്ട് ബീൻ ഡ്രൈഡ് റെഡ് വിത്ത് മെഹന്തി ലീവ്സ്. അപ്പം മെഹന്തി എന്ന് പറയുന്ന മറ്റൊരു മരമാണ്. അപ്പോൾ മരത്തിൻ്റെ മെഹന്തി ഇലകൾ വെച്ച് റെഡ് കളറാക്കാത്ത തരത്തിലുള്ള താടിയാണ് അദ്ദേഹത്തിന് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ മൈലാഞ്ചിക്ക് അരിച്ച് കളറ് മാറ്റുമല്ലേ ബ്രൗൺ ആക്കുന്നത്, അതുപോലെ മാറ്റാത്തൊരു താടിയാണ് അദ്ദേഹത്തിൻ്റെ. വൈറ്റ് കളർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താടി ഇരിക്കുന്നത്. ഡിഡ് ദ ചോയിൻ ബ്രേക്ക്. ചോയിൻ എന്ന് വെച്ചാൽ ആ നൂലിനെയാണ് ഉദ്ദേശിക്കുന്നത്. നൂല്, പട്ടത്തിനൊരു നൂലുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇച്ചിരി കട്ടിയുള്ള നൂലാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നായും കൊച്ചുമോനോട് ചോദിക്കും ഇതന്നെ ഒരു ചോയിൻ പൊട്ടിപ്പോയോ, ചോയിൻ ബ്രേക്ക് മീൻസ് ടൈൻ പൊട്ടിയോ. ഹി ആസ്ക്ഡ് നോയിങ് ദാറ്റ് കൈറ്റ് ടൈൻ ഈസ് നോട്ട് വാട്ട് ഇറ്റ് യൂസ്ഡ് ടു ബി. ഹി ആസ്ക്ഡ് നോയിങ് ദാറ്റ്
കൈറ്റ് ടൈൻ ഈസ് നോട്ട് വാട്ട് ഇറ്റ് യൂസ്ഡ് ടു ബി. അപ്പം അദ്ദേഹം ചോദിക്കും ജിന്നോ. അപ്പോൾ അതായത് സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെയുള്ളൊരു കാര്യമായിട്ട് ചോദിക്കും, ഇതിൻ്റെ നൂല് പൊട്ടിപ്പോയോ? അപ്പം പയ്യനെ പറയും നോ ഗ്രാൻഡ് ഫാദർ കൈറ്റ് ഈസ് സ്റ്റക്ക് ഇൻ ദ ബനിയൻ ട്രീ. സ്റ്റക്ക് എന്ന് വെച്ചാൽ എന്താ, അതിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പയ്യൻ പറഞ്ഞില്ല പട്ടത്തിൻ്റെ നൂല് പൊട്ടിയതല്ല, അതിൽ കുടുങ്ങി, ബനിയൻ ട്രീ കുടുങ്ങിയിരിക്കുക. ദ ഓൾഡ് മാൻ ചക്കിൾഡ് യു ഹാവ് യെറ്റ് ടു ലേൺ ഹൗ ടു ഫ്ലൈ കൈറ്റ് പ്രോപ്പർലി മൈ ചൈൽഡ്. അപ്പം ഓൾഡ് മാൻ എന്നാ കുട്ടിയോട് പറയും, നീ ഇതുവരെ നന്നായിട്ട് കൈറ്റ് പട്ടം പറത്താൻ പഠിച്ചിട്ടില്ല ശരിയായ രീതി, അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ആൻഡ് ഐ ആം ടു ഓൾഡ് ടു ടീച്ച് യു. എന്നിട്ട് പറയും ഞാനിപ്പോൾ വളരെ പ്രായമായിട്ടിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റുമല്ലോ, എനിക്കിപ്പോൾ പ്രായമായി, നിന്നെ പഠിപ്പിക്കാനുള്ള എൻ്റെ പ്രായം കടന്നുപോയി. ദാറ്റ്സ് എ പിറ്റി ഓഫ് ഇറ്റ്. ദാറ്റ്സ് എ പിറ്റി ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ കാര്യത്തിൽ അതുകൊണ്ട് എനിക്കിപ്പോൾ സഹതാപമുണ്ട്. ബട്ട് യു ഷാൽ ഹാവ് അനദർ. പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവനോട് പറയുന്ന കാര്യം ഇതാണ്, നീ വിഷമിക്കണ്ട, നിനക്ക് വേറൊരെണ്ണം ഞാൻ ഉണ്ടാക്കിത്തരാം, അതിപ്പോൾ വഴിയുള്ളൂ. നിന്നെയിപ്പോൾ പഠിപ്പിക്കാൻ എനിക്ക് പഴയ പോലെ പറ്റത്തില്ല, പക്ഷേ ഞാൻ വേറൊരെണ്ണം ഉണ്ടാക്കിത്തരാം. ബട്ട് യു ഷാൽ ഹാവ് അനദർ. ഹി ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് മേക്കിംഗ് ന്യൂ കൈറ്റ് ഫ്രം ബാംബു പേപ്പർ ആൻഡ് തിൻ സിൽക്ക്. അപ്പം പിന്നെ ഗ്രാൻഡ് ഫാദർ ഇപ്പോൾ ഒരു പട്ടം ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ. അതിങ്ങനെ ബാംബു പേപ്പർ എന്ന് വെച്ചാൽ എന്താ, ബാംബു എന്ന് വെച്ചാൽ മുള, മുളയുടെ പേപ്പറും അതുപോലെ തന്നെ തിൻ സിൽക്ക്. തിന്നെന്ന് വെച്ചാൽ അധികം തിക്കല്ലാത്ത അധികം കട്ടി കുറഞ്ഞ സിൽക്ക് ഉപയോഗിച്ച് മറ്റൊരു പട്ടം ഉണ്ടാക്കി എടുക്കുന്നു. ആൻഡ് ഇറ്റ് ലേ ഇൻ ദ സൺ ഫേമിങ്. അത് കഴിഞ്ഞ് അതന്നെ സൂര്യൻ്റെ അടുത്തോട്ട് പറത്തി വിടുന്നു ഈ പട്ടം. ഇറ്റ് വാസ് എ പെയിൽ പിങ്ക് കൈറ്റ്. ആ കൈറ്റ് എന്ന് വെച്ചാൽ പട്ടത്തിൻ്റെ കളർ എന്ന് വെച്ചാൽ പെയിൽ പിങ്കാണ്. പിങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പെയിൽ പിങ്ക് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് പിങ്ക്, ഒരു വിളറിയ പിങ്ക് കളർ വിത്ത് എ സ്മോൾ ഗ്രീൻ ടെയിൽ. അതുപോലെ ആ പട്ടത്തിൻ്റെ വാല എന്ന് വെച്ചാൽ ഗ്രീൻ കളറാണ്. ദ ഓൾഡ് മാൻ ഹാൻഡഡ് ഇറ്റ് ടു അലി ആൻഡ് ദ ബോയ് റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ടോസ്. ടോ എന്ന് വെച്ചാൽ പെരുവിരൽ, കാലിൻ്റെ പെരുവിരലിനെയാണ് ടോ എന്ന് പറഞ്ഞത്, ടോ. ആൻഡ് കിസ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹോളോഡ് ഔട്ട് ചീക്ക് എന്ന് വെച്ചാൽ കൗള്. അപ്പം കൊച്ചിനിങ്ങനെ പുതിയ പട്ടം കൊടുത്ത് കഴിയുമ്പം കൊച്ചനായും അതായത് കൊച്ചിങ്ങനെ നമ്മളിങ്ങനെ എത്തി വലിഞ്ഞിരിക്കുന്ന പോലെ എത്തി വലിഞ്ഞിരുന്ന്, അതായത് പെരുവിരലൂന്നി നിന്നിട്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ കവിളിൽ ചുംബിക്കും. ഗ്രാൻഡ് ഫാദേഴ്സ് ഹോളോഡ് ഔട്ട് ചീക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ കൗളിൽ ഉമ്മ വയ്ക്കും. ഐ വിൽ നോട്ട് ലോസ് ദിസ് വൺ. എന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് എന്നാ പറയും, ഇതെൻ്റെ ഇന്ന് ഇനി പോകാതെ ഞാൻ നോക്കും. ദിസ് കൈറ്റ് വിൽ ഫ്ലൈ ലൈക്ക് എ ബേർഡ് എന്ന് അവൻ പറയും, ഇതൊരു പക്ഷിയെ പോലെ ഇത് പറക്കും, ഒരു ബേർഡിനെ പോലെ കൈറ്റ് പറക്കുമെന്ന് പറയുമ്പോൾ. ആൻഡ് ഹി ടേൺഡ് ഓൺ ഹിസ് ഹീൽസ് എന്ന് വെച്ചാൽ ഉപ്പൂറ്റി. അത് ഞാൻ ഉപ്പൂറ്റി ഊന്നി നിൽക്കും. ആൻഡ് സ്കിപ്ഡ് ഔട്ട് ഓഫ് ദ കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ എന്താ, മുറ്റം. അത് കഴിഞ്ഞിട്ട് പയ്യൻ ഈ പട്ടമായിട്ട് മുറ്റം കടന്ന് പോകും. ദ ഓൾഡ് മാൻ റിമൈൻഡ് ഡ്രീമിങ് ഇൻ ദ സൺ. അപ്പോൾ ഓൾഡ് മാൻ നയ്യും, അതായത് മെഹ്മൂദ് നയ്യും വീണ്ടും കൊച്ചു പോയി കഴിയുമ്പോൾ സ്വപ്ന ലോകത്ത് മുഴുകുകയാണ്. ഹിസ് കൈറ്റ് ഷോപ്പ് വാസ് ഗോൺ. ദ പ്രിമൈസസ് എന്ന് വെച്ചാൽ ചുറ്റുപാടുകൾ. ദ പ്രിമൈസസ് ലോങ് സിൻസ് സോൾഡ് ടു എ ജങ്ക് ഡീലർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കൈറ്റ് ഷോപ്പ് പോയി, പട്ടത്തിൻ്റെ കട പോയി. അത് ആർക്കാ വിറ്റത്? പട്ടത്തിൻ്റെ കടയും അതിന് ചുറ്റുമുള്ള പ്രിമൈസസ് എന്ന് വെച്ചാൽ ചുറ്റുപാടുകളും എല്ലാം എന്ന് വെച്ചാൽ അതെല്ലാം വിറ്റു. ആർക്കാ വിറ്റെന്ന് വെച്ചാൽ ഒരു ജങ്ക് ഡീലർക്ക്, ഒരു കച്ചവടക്കാരന് വിറ്റു. പൊതുവേ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കുന്ന ഒരു കച്ചവടക്കാരന് വിറ്റു. ബട്ട് ഹി സ്റ്റിൽ മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെൻറ്റ്. അപ്പം ഇപ്പോൾ അദ്ദേഹത്തിന് പട്ടത്തിൻ്റെ കടയൊന്നുമില്ല, ഷോപ്പൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ഇത് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, ഹിസ് ഓൺ അമ്യൂസ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം പട്ടം ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് ഗ്രാൻഡ് സൺ. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഗ്രാൻഡ് സണിൻ്റെ ബെനിഫിറ്റിന്, ഗ്രാൻഡ് സൺ എന്ന് വെച്ചാൽ പേരക്കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയും ഇദ്ദേഹം പട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാ ഗ്രാൻഡ് സൺ അലി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണിനെ കുറിച്ചാണ്. ഗ്രാൻഡ് സൺ എന്ന് വെച്ചാൽ പേരക്കുട്ടി, കൊച്ചുമാൻ. നോട്ട് മെനി പീപ്പിൾ ബോട്ട് കൈറ്റ്സ് ദീസ് ഡേയ്സ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്, ഇതുപോലെ പട്ടങ്ങൾ ഒരുപാട് ആളുകൾ മേടിക്കാറില്ല. അഡൽട്ട്സ് ഡിസ്ഡെയിൻഡ് ദം എന്ന് വെച്ചാൽ എന്താ, മുതിർന്ന ആളുകൾ അത് വിട്ടു. ആൻഡ് ചിൽഡ്രൻ പ്രിഫർ ടു സ്പെൻഡ് ദെയർ മണി അറ്റ് ദ സിനിമ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്താ, സിനിമ കാണാനാണ് പൈസ ചിലവഴിക്കുന്നത്, അല്ലാതെ ഇതുപോലെ പട്ടം ഉണ്ടാക്കാനല്ല. മോർ ഓവർ ദെയർ വെയർ നോട്ട് മെനി ഓപ്പൺ സ്പേസസ് ലെഫ്റ്റ് ഫോർ ദ ഫ്ലൈയിങ് ഓഫ് കൈറ്റ്സ്. അതുപോലെ തന്നെ മറ്റൊരു കേസ്, ഈ പട്ടം പറപ്പിക്കാൻ വേണ്ടിയിട്ട് തുറസായ സ്ഥലങ്ങൾ, ഓപ്പൺ സ്പേസസ് ഇപ്പോൾ ഇല്ല. ദ സിറ്റി ഹാഡ് സ്വാളോവ്ഡ് എന്ന് വെച്ചാൽ വിഴുങ്ങുക. അപ്പോൾ സിറ്റി ലൈഫ് എന്നാ ഇത് എല്ലാത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. സ്വാളോവ്ഡ്. ദ സിറ്റി ഹാഡ് സ്വാളോവ്ഡ് അപ്പ് ദ ഓപ്പൺ ഗ്രാസ് ലാൻഡ്. അപ്പം പണ്ടുണ്ടായിരുന്ന പ്രശാന്തമായിട്ടുള്ള പുൽമേടുകളൊക്കെ, ഗ്രാസ് ലാൻഡ് എന്ന് വെച്ചാൽ പച്ചയായിട്ടുള്ള പുൽത്തകിടികളൊക്കെ എന്ത് ചെയ്തു, ഇപ്പം സിറ്റി ലൈഫ് വിഴുങ്ങിക്കളഞ്ഞു. ദാറ്റ് ഹാഡ് സ്ട്രെച്ച്ഡ് ഫ്രം ദ ഓൾഡ് ഫോർട്ട്സ് വാൾസ് ടു ദ റിവർ ബാങ്ക്. ദാറ്റ് ഹാഡ് സ്ട്രെച്ച്ഡ് ഫ്രം ദ ഓൾഡ് ഫോർട്ട് എന്ന് വെച്ചാൽ പഴയ കോട്ടയുടെ സമീപം ഉണ്ടായിരുന്ന ഗ്രാസ് ലാൻഡൊക്കെ മാറി. അതായത് നദീതീരത്തുള്ള പഴയ കോട്ടയുടെ, ഫോർട്ട് എന്ന് വെച്ചാൽ കോട്ട, റിവർ ബാങ്ക് എന്ന് വെച്ചാൽ നദീതീരം,
റിവർ നദി ബാങ്ക് തീരം, റിവർ ബാങ്കിലുള്ള ഓൾഡ് ഫോർട്ടിൻ്റെ സമീപത്തുള്ള ഗ്രാസ് ലാൻഡ് ഗിവനായ ദി സിറ്റി ലൈഫിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വിഴുങ്ങി പോകപ്പെട്ടു. എന്ന് വെച്ചാൽ എന്താ, അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇപ്പം അർബനൈസേഷൻ വന്നിരിക്കുകയാണ്, നഗരവൽക്കരണം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളുടെ എല്ലാം ഇൻട്രസ്റ്റ് പോയി, പട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിയത്ത് പോലുമില്ല. ബട്ട് ദ ഓൾഡ് മാൻ റിമെമ്പർ എ ടൈം വെൻ ഗ്രോൺ മെൻ ഫ്ലൂ കൈറ്റ്സ്. അപ്പം ഇനിയിപ്പം നമ്മളുടെ വൃത്തനായ ഈ കൈറ്റ് മേക്കർ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് വീണ്ടും ഓർക്കുകയാണ്. ഒരു കാലം ഉണ്ടായിരുന്നു, ആ കാലത്തെന്ന് വെച്ചാൽ തന്നെയാണ് ഗ്രോൺ മെൻ എന്ന് വെച്ചാൽ മുതിർന്ന ആളുകൾ അവർ പട്ടം പറത്തിയിരുന്നു. ഫ്ലൂ കൈറ്റ്സ് മീൻസ് ഫ്ലൈയുടെ പാസ്റ്റൻസ് ആണ് ഫ്ലൂ കൈറ്റ്സ് ആൻഡ് ഗ്രേറ്റ് ബാറ്റിൽസ് വെയർ ഫോർട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പട്ടം കുറത്തും അതിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്കുകളൊക്കെ ഉണ്ടാക്കിയതിനെക്കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ്. ഇത് കൈറ്റ്സ് സ്വെയർവിങ് ആൻഡ് സൂപ്പിങ് ഇൻ ദ സ്കൈ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ പട്ടം ഇങ്ങനെ പാറി പറന്ന് നടന്നിരുന്നു പല രീതിയിൽ. ടാംഗ്ലിങ് വിത്ത് ഈച്ച് അതർ, അതുപോലെ തന്നെ ഇങ്ങനെ പട്ടം പറക്കുമ്പോൾ മോളി വെച്ച് ഇങ്ങനെ തമ്മിൽ കൂട്ടിമുട്ടി അത് കെട്ടുപിണഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പല രീതിക്ക് ഇങ്ങനെ പട്ടം പറക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഓർക്കുകയാണ്. ടാംഗ്ലിങ് വിത്ത് ഈച്ച് അതർ അൺടിൽ ദ സ്ട്രിങ് ഓഫ് വൺ വാസ് സിവിയർഡ്. അപ്പോൾ അദ്ദേഹം പറയാൻ ചിലതിൻ്റെ പട്ടം ഇങ്ങനെ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ നൂലഴിച്ച് ഉരുണ്ടിയൊക്കെ വരും. എന്ന് വെച്ചാൽ മോളി വെച്ച് പട്ടം തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഒരെണ്ണം അഴിച്ചൊക്കെ എടുക്കേണ്ടി വന്നു. ദെൻ ദ ഡിഫീറ്റഡ് ബട്ട് ലിബറേറ്റഡ് കൈറ്റ് വുഡ് ഫ്ലോട്ട് ദ ബ്ലൂ അൺനോൺ. അപ്പം രണ്ട് പട്ടം തമ്മിൽ പണഞ്ഞു പോയിട്ട് ഒരിക്കൽ ഇങ്ങനെ അഴിച്ചു വിടേണ്ടി വന്നു. അപ്പോൾ അഴിച്ചു വിട്ടവനായത് ലിബറേറ്റഡ് എന്ന് വെച്ചാൽ സ്വതന്ത്രമാക്കപ്പെട്ട പട്ടവനായത് അത് ആകാശത്തിലേക്ക് ബ്ലൂ സ്കൈയിലേക്ക് പറന്നുപോയി, അറിയപ്പെടാത്ത എത്ര ഉയരത്തിലേക്ക് പറന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ദർ വാസ് ഗുഡ് ഡീൽ ഓഫ് ബെറ്റിംഗ്. അതുപോലെ തന്നെ ഈ പട്ടം പറക്കുമ്പോൾ ആരുടെ പട്ടം ഏറ്റവും മോളിൽ പറക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബെറ്റിംഗ് നടത്തിയിരുന്നു. ബെറ്റിംഗ് എന്ന് വെച്ചാൽ പന്തയം വെക്കാറുണ്ട്. ആൻഡ് മണി ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ഹാൻഡ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പന്തയം വെച്ച് പൈസ ഒരുപാട് പോയിട്ടുണ്ട്. കൈറ്റ് ഫ്ലൈയിങ് വാസ് ദെൻ ദ സ്പോട്ട് ഓഫ് കിങ്സ്. അതുപോലെ തന്നെ ഈ കൈറ്റ് ഫ്ലൈയിങ് വെച്ചാൽ ഈ പട്ടം പറത്തൽ എന്ന് വെച്ചാൽ ആളുകളുടെ ഒരു വിനോദം മാത്രമല്ലായിരുന്നു, രാജാക്കന്മാരുടെ ഒരു സ്പോട്ട് കൂടിയായിരുന്നു, രാജാക്കന്മാരുടെ ഒരു ഇഷ്ട കായിക വിനോദം കൂടിയായിരുന്നു. ആൻഡ് ദ ഓൾഡ് മാൻ റിമെമ്പേർഡ് ഹൗ ദ നവാബ് ഹിംസെൽഫ്. നവാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ടത്തെ ഭരണാധികാരിയാണ്. കൽക്കട്ടയിലൊക്കെ നമുക്ക് നവാബ് ഓഫ് ബംഗാൾ എന്നൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അന്നത്തെ ഭരണാധികാരിമാരായിട്ടുള്ള നവാബ്, അന്ന് ഇദ്ദേഹത്തിൻ്റെ കാലത്തുള്ള നവാബ് നേരെ വിസിറ്റ് ചെയ്ത കാര്യം ഓർക്കുന്നത്. ഇങ്ങനെ പട്ടം പറത്തലിൻ്റെ സമയത്ത് നവാബ് ഹിംസെൽഫ് വുഡ് കം ഡൗൺ ദ റിവർ സൈഡ് വിത്ത് ഹിസ് retinue to participate in this noble pastime. നോബിൾ എന്ന് വെച്ചാൽ പ്രഭു തുല്യമായിട്ടുള്ള, പാസ്റ്റ് ടൈം എന്ന് വെച്ചാൽ നോബിൾ പാസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രഭു തുല്യമായിട്ടുള്ള ആ ഒരു ഇങ്ങനെയുള്ള ആ കായിക ഇതിൽ പങ്കെടുക്കാനുള്ള സമയത്ത് എന്നാ ചെയ്തു, നവാബ് തന്നെ നേരിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഇദ്ദേഹം പറയുവാണ്. പിന്നെ ദർ വാസ് എ ടൈം ദെൻ ടു സ്പെൻഡ് ആൻ ഐഡിൽ എന്നൊക്കെ പറഞ്ഞാൽ അലസമായിട്ടിരിക്കുക എന്നുള്ള മീനിങ്. ഇങ്ങനെ ഐഡിൽ എന്ന് വെച്ചാൽ അലസമായിട്ടിരിക്കുക. ഇഡിൽ അവർ വിത്ത് എ ഗെയിം ഡാൻസിങ് സ്ട്രിപ്പ് ഓഫ് പേപ്പർ. There was time then to spend an idle hour with a gay dancing strip of paper. Now everyone hurried in a heat of hope, and delicate things like kites and daydreams were trampled under foot. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ആളുകൾ ഇതുപോലെ ഇപ്പോൾ കൂടുതൽ ആളുകളും അലസമായിട്ടിരിക്കാറാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് എന്താ, അന്നത്തെ കാലത്ത് ഇങ്ങനെ അലസമായിട്ടിരിക്കാൻ ഉള്ള സമയമൊക്കെ ഇല്ലെങ്കിലും ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഇങ്ങനെ അലസമായിട്ടിരിക്കുന്ന സമയമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പട്ടം പറത്താനും ഇങ്ങനെ ഡേ ഡ്രീമിങ്ങിനും ഒന്നും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സമയമില്ല. മെഹ്മൂദ് ദ കൈറ്റ് മേക്കർ ഹാർഡ് ഇൻ ദ പ്രൈം ഓഫ് ഹിസ് പ്രൈം. പിന്നെ മെഹ്മൂദ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിനെ വീണ്ടും ഇങ്ങനെ ആലോചിക്കും. മെഹ്മൂദ് എന്ന് വെച്ചാൽ മെഹ്മൂദ് എന്ന് പറയുന്ന പട്ടമുണ്ടാക്കലുകാരൻ ഹാർഡ് ഇൻ ദ പ്രൈം ഓഫ് ഹിസ് ലൈഫ് എന്ന് വെച്ചാൽ അത് ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലായിരുന്ന സിറ്റുവേഷന് ഹാസ് ബീൻ വെൽ നോൺ ത്രൂ ഔട്ട് ദ സിറ്റി, അന്ന് സിറ്റിയിൽ മുഴുവൻ അറിയപ്പെട്ടിരുന്നു. സം ഓഫ് ഹിസ് മോർ ഇലാബറേറ്റ് കൈറ്റ്സ് വൺസ് സോൾഡ് ഫോർ ആസ് മച്ച് ആസ് 3 or 4 rupees ഈച്ച്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പട്ടം വിറ്റിരുന്നതെന്ന് വെച്ചാൽ 3 രൂപ അല്ലെങ്കിൽ 4 രൂപയ്ക്കാണ്. അന്നത്തെ 3-4 രൂപ എന്ന് പറഞ്ഞാൽ വലിയ രൂപയാണ്. At the request of the Nawab, he had once made a very special kind of kite, unlike any that had been seen in the district. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് അദ്ദേഹം നവാബിന് വേണ്ടി ഒരു പട്ടം ഉണ്ടാക്കി. അത് സിറ്റിയിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു പട്ടമായിരുന്നു. സിറ്റിയിലെ ഡിസ്ട്രിക്റ്റിൽ, ആ ജില്ലയിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പട്ടമായിരുന്നു. ഇറ്റ് കൺസിഡേർഡ് ഓഫ് എ സീരീസ് ഓഫ് സ്മോൾ വെരി ലൈറ്റ് പേപ്പർ ഡിസ്ക് ട്രെയിലിംഗ് ഓൺ എ തിൻ ബാംബു ഫ്രെയിം. അതൊരു ബാംബു ഫ്രെയിമിലാണ്, ഒരു മുള വെച്ചാണ് അത് ഉണ്ടാക്കിയത്. അതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ലൈറ്റ് പേപ്പർ ഡിസ്ക്സ് ഉപയോഗിച്ചാണ് അതിങ്ങനെ നിരനിരയായിട്ടാണ്, ഓരോ സീരീസ് ആയിട്ടാണ് അത് കൊടുത്തിരുന്നത്. ടു ദ എൻഡ് ഓഫ് ഈച്ച് ഡിസ്ക്, അപ്പോൾ ഓരോ ഡിസ്കിൻ്റെ അറ്റത്ത് തന്നെ ഇത് ഹി ഫിക്സ്ഡ് എ സ്പ്രിഗ് ഓഫ് ഗ്രാസ്, അവിടെ പുല്ലിൻ്റെ ഒരു ഇത് കൊടുത്തിരുന്നു.
പുല്ലിൻ്റെ ഒരു സ്പ്രിഗ് കൊടുത്തിരുന്നു, ഫോമിങ് എ ബാലൻസ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ പട്ടത്തിൻ്റെ ഓരോ ഡിസ്കിലും അദ്ദേഹം ഗ്രാസ് സ്പ്രിഗ് പിടിപ്പിച്ചിരുന്നു, എന്നുവെച്ചാൽ അത് ബാലൻസ് ചെയ്തു പോകാനായിട്ട്. The surface of the foremost disc was slightly convex and a fantastic face was printed on it, having 2 eyes made of small mirrors. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പട്ടം എന്ന് വെച്ചാൽ അതൊരു കണ്ണാടി പോലെയാണ്, കോൺവെക്സ് ലെൻസ് പോലെയാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചത്. അതിൻ്റെ 2 കണ്ണുകളൊക്കെ വെച്ചാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ചെറിയ കണ്ണാടികൾ കൊണ്ട് ഉണ്ടാക്കിയ 2 കണ്ണ് പോലത്തെ 2 മിറേഴ്സ് അതിൽ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ പെട്ടെന്ന് നോക്കി ഒരാൾ നോക്കുന്ന പോലെയായിരുന്നു പട്ടം കാണുമ്പം. ദ ഡിസ്ക് ഡിക്രീസിങ് ഇൻ സൈസ് ഫ്രം ഹെഡ് ടു ടെയിൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പട്ടത്തിലുള്ള ഡിസ്കുകൾ, ആ ഡിസ്കുകൾ എന്ന് വെച്ചാൽ ഹെഡ് ടു ടെയിൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ് കുറഞ്ഞ് വരുന്ന രീതിക്കായിരുന്നു, പല വലുപ്പത്തിലായിരുന്നു. എന്നുവെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആയിരുന്നു. അസ്യൂംഡ് ആൻഡ് ആൻഡുലേറ്ററി ഫോം ആൻഡ് ഗേവ് ദ കൈറ്റ് ദ അപ്പിയറൻസ് ഓഫ് എ ക്രോളിംഗ് സെർപ്പൻറ്റ്. അപ്പം മൊത്തത്തിൽ നോക്കി ഇതിൻ്റെ ഈ 2 കണ്ണാടികൾ കണ്ണുപോലെ വെച്ചേക്കുന്ന എല്ലാം കൂടെ കണ്ട ഇത് കണ്ട ഒരു ഇഴയുന്ന പാമ്പിനെ പോലെയാണ്. ക്രോളിംഗ് സെർപ്പൻറ്റ് എന്ന് വെച്ചാൽ സ്നേക്ക്, ക്രോളിംഗ് സെർപ്പൻറ്റ് ഇഴയുന്ന ഒരു പാമ്പ് രൂപേണയാണ് ഇത് ഈ പട്ടം ഉണ്ടാക്കിയത്. ഇറ്റ് റിക്വയർഡ് ഗ്രേറ്റ് സ്കിൽ ടു റൈസ് ദിസ് ക്യൂമ്പസ് സ്റ്റോം ഡിവൈസ് ഫ്രം ദ ഗ്രൗണ്ട്. അതുപോലെ തന്നെ ഇത് ഭൂമിയിൽ നിന്ന് ഉയർത്തണമെങ്കിൽ ഇങ്ങനെ അതിന് നല്ല സ്കില്ല് വേണം, അത്ര എളുപ്പമായിരുന്നില്ല. ഗ്രേറ്റ് സ്കില്ല്, നല്ല അധ്വാനം വേണം. ആൻഡ് ഓൺലി മെഹ്മൂദ് കുഡ് മാനേജ് ഇറ്റ്. അതുപോലെ തന്നെ ഇത് പറത്തി വിട്ടാൽ ആർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നത് മെഹ്മൂദിന് മാത്രമേ അത് മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. സാധാരണക്കാർ ഉദ്ദേശിക്കുന്ന പോലെ പറ്റില്ല. എവരി വൺ ഹാഡ് ഹെഡ് ഓഫ് ദ ഡ്രാഗൺ കൈറ്റ്. ഡ്രാഗൺ എന്ന് വെച്ചാൽ വ്യാളി. ഇപ്പോൾ സാധാരണ ഒരു പാമ്പിൻ്റെ ഷേപ്പല്ല, പാമ്പിൻ്റെ ഒരു കൂടിയ രൂപമാണ് നമ്മൾ വ്യാളി, ഡ്രാഗൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ ഡ്രാഗൺ കൈറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡ്രാഗൺ കൈറ്റിനെ കുറിച്ച് കേട്ടു. ദാറ്റ് മെഹ്മൂദ് ഹാഡ് ബിൽറ്റ്. മെഹ്മൂദ് ഉണ്ടാക്കി ഡ്രാഗൺ കൈറ്റിനെ പറ്റി കേട്ടു. ആൻഡ് വേർഡ് വെൻറ്റ് റൗണ്ട് ദാറ്റ് ഇറ്റ് പോസസ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. അപ്പോൾ ചിലർ ചുമ്മാ ഇതിനെക്കുറിച്ച് അപഖ്യാതികളൊക്കെ ഉണ്ടാക്കി. ചിലർ പറഞ്ഞു ഇതിന് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, ഇത് വ്യാളിയാണ്, വ്യാളിയുടെ പവറുകളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചുമ്മാ കുറച്ച് കിംവദന്തികളൊക്കെ ഉണ്ടായി. എ ലാർജ് ക്രൗഡ് അസംബിൾഡ് ഇൻ ദ ഓപ്പൺ ടു വാച്ച് ദ സൂപ്പർ നാച്ചുറൽ എന്ന് വെച്ചാൽ അമാനുഷിക ശക്തികൾ. എ ലാർജ് ക്രൗഡ് അസംബിൾഡ് ഇൻ ദ ഓപ്പൺ ടു വാച്ച് ദ ഫസ്റ്റ് പബ്ലിക് ലോഞ്ചിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ നവാബ്. അപ്പം ആദ്യമായിട്ട് ആളുകൾ ഈ പട്ടത്തിൻ്റെ ഈ പറത്തൽ കാണാനായിട്ട്, അപ്പോൾ ആദ്യമായിട്ടുള്ള ഈ പട്ടത്തിൻ്റെ പറത്തൽ കാണാൻ നവാബിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഓപ്പൺ ഗ്രൗണ്ടിൽ കൂടി. അറ്റ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ് റെഫ്യൂസ്ഡ് ടു ലീവ് ദ ഗ്രൗണ്ട്. അപ്പോൾ ആദ്യമേ നോക്കിയപ്പോൾ ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഈ പട്ടം പറന്നില്ല. ദ ഡിസ്ക് മെയ്ഡ് എ പ്ലെയിൻ ടു പ്രോസ്റ്റിംഗ് സൗണ്ട്. അതിൻ്റെ ഡിസ്കുകൾ ഒരു സൗണ്ട് ഉണ്ടാക്കി നിന്നതേ ഉള്ളൂ, പറഞ്ഞില്ല. ആൻഡ് ദ സൺ വാസ് ട്രാപ്ഡ് ഇൻ ദ ലിറ്റിൽ മിറേഴ്സ് മേക്കിംഗ് ഓഫ് ദ കൈറ്റ് എ ലിവിങ് കംപ്ലൈനിങ് ക്രീച്ചർ. അപ്പോൾ ഈ പട്ടം പറഞ്ഞപ്പോൾ എന്നാ സൂര്യൻ ഇതിൻ്റെ ഈ കണ്ണാടിയിൽ ഇങ്ങനെ പ്രതിഫലിച്ചു. അതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിനെ ഒരു ജീവിയെ കാണുന്ന പോലെയാണ് സൂര്യൻ കണ്ടത്. ദെൻ ദ വിൻഡ് കെയിം ഫ്രം ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് ദ ഡ്രാഗൺ കൈറ്റ് സോഡ് ഇൻ ദ സ്കൈ. വലത് സൈഡിൽ നിന്ന് കാറ്റ് വന്ന സമയത്താണ് ഇത് പറന്നത്. റിഗ്ലിംഗ് ഇറ്റ്സ് വേ ഹയർ ആൻഡ് ഹയർ എന്ന് വെച്ചാൽ അത് ഉയരത്തിലേക്ക് ഇത് പറന്നുപോയി. ദ സൺ സ്റ്റിൽ ഗ്ലൈൻഡിങ് ഇൻ ഇറ്റ്സ് ഡെവിൾ ഐസ്. അപ്പം അതുപോലെ തന്നെ സൂര്യനെ ഇത് പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് ഇത് ഉയരത്തിലേക്ക് പറന്നത്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പട്ടത്തിലുള്ള കണ്ണുകൾ പോലെ വെച്ചിരിക്കുന്ന മിററിൽ സൂര്യൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കുമായിരുന്നു. ഉയരത്തിലേക്ക് പട്ടം അങ്ങനെ പറത്തി. ആൻഡ് ഇറ്റ് വെൻറ്റ് വെരി ഹൈ. അത് ഒരുപാട് മുകളിലെത്തി പെന്നായതു. ഇറ്റ് പുൾഡ് ഫിയേഴ്സ്ലി ഓൺ ടൈൻ. അത് ഒരുപാട് ഉയരത്തിലെത്തി പെന്നായതു. അത് ഭയാനകമായ രീതിയിൽ, ഫിയേഴ്സ്ലി മീൻസ് ഭയാനക രീതിയിൽ ട്വൈൻ നൂല് വലിച്ചു. ആൻഡ് ദ മെഹ്മൂദ്സ് യങ് സൺസ് ഹാഡ് ടു ഹെൽപ്പ് ഹിം വിത്ത് ദ റീൽ. അപ്പം മെഹ്മൂദിൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ, യങ് സൺസ്, ചെറുപ്പക്കാരായ ആൺമക്കൾ അദ്ദേഹത്തെ സഹായിക്കാൻ വന്നു. കാരണം ഈ ട്വൈന് ബ്രേക്ക് ചെയ്യുന്ന പോലെ മുകളിലോട്ട് വലിക്കപ്പെട്ടു. സ്റ്റിൽ ദ കൈറ്റ് പുൾഡ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകന്മാരും കൂടെ നോക്കിയിട്ടും ആൺമക്കളും കൂടെ നോക്കിയിട്ട് ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഡിറ്റർമൈൻഡ് ടു ബി ഫ്രീ, ടു ബ്രേക്ക് ലൂസ്, ടു ലീവ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ പട്ടം മുകളിലോട്ട് എത്തിയപ്പം പട്ടത്തിന് ശക്തി കൂടി ഇത് ഇവിടെ നിന്ന് കൈവിട്ട് പോകുന്ന രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് ഇവഞ്ച്വലി ഇറ്റ് ഡിഡ് സോ. ഒടുവിൽ അതിനെ ഇത് നൂല് പൊട്ടിച്ച് ഫ്രീ ആയി. ദ ടൈൻ സ്നാപ്ഡ് ദ കൈറ്റ് ലീവ്ഡ് അവേ ടു വേർ ദ സൺ. സൂര്യനെ ലക്ഷ്യമാക്കി പട്ടം നൂല് പൊട്ടിച്ച് പോയി. സെയിലിംഗ് ഓൺ ഹെവൻ വേർഡ് എന്ന് വെച്ചാൽ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി. ഹെവൻ വേർഡ് സ്വർഗ്ഗത്തിൻ്റെ നേരെ പോകുന്ന പോലെ പോയി. അണ്ടിൽ ഇറ്റ് വാസ് ലോസ്റ്റ് ടു വ്യൂ. ഇപ്പോൾ കാഴ്ചയിൽ നിന്ന് മറയുന്നവരെ ആളുകൾ അത് നോക്കിയിരുന്നു. ഇറ്റ് വാസ് നെവർ ഫൗണ്ട് അഗെയിൻ. അത് പിന്നെ ഒരിക്കലും ആ പട്ടം കണ്ടു കിട്ടിയിട്ടില്ല. ആൻഡ് മെഹ്മൂദ് വണ്ടേഡ് ആഫ്റ്റർവേഴ്സ് ഇഫ് ഹി മെയ്ഡ് ടു വിവിഡ് ടു ലിവിങ് എ തിങ് ഓഫ് ഗ്രേറ്റ് കൈറ്റ്. ഇപ്പം മെഹ്മൂദ് തന്നെ വണ്ടടിച്ചു. അദ്ദേഹം അപ്പം ജീവനുള്ളൊരു വസ്തുവിനെ നിർമ്മിച്ച ഒരു പ്രതീതിയായിരുന്നു അദ്ദേഹത്തിന് തന്നെ തോന്നുന്നത്. ഹി ഡിഡ് നോട്ട് മേക്ക് അനദർ ലൈക്ക് ഇറ്റ്. പിന്നെ അദ്ദേഹം ഇതുപോലത്തെ ഒരു പട്ടം പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇൻസ്റ്റഡ് ഹി പ്രസൻറ്റഡ് ടു ദ നവാബ് എ മ്യൂസിക്കൽ കൈറ്റ്.
പിന്നെ അതായത് ഇതുപോലത്തെ ഒരു വലിയ എഫേർട്ട് എടുത്ത് വലിയൊരു പട്ടം ഇങ്ങനെ ജീവനുള്ള പോലെ തോന്നിപ്പിക്കുന്ന ഒരു പട്ടം ഉണ്ടാക്കിയതില്ല. പകരം മ്യൂസിക്കൽ കൈറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന തരത്തിലുള്ള ഒരു കൈറ്റ് പട്ടമാണ് പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയത് നവാബിന് വേണ്ടി. വൺ ദാറ്റ് മെയ്ഡ് എ സൗണ്ട് ലൈക്ക് എ വയലിൻ. അപ്പോൾ ഈ പട്ടം പറത്തുമ്പോൾ സൗണ്ട് എന്ന് വെച്ചാൽ വയലിൻ്റെ സൗണ്ടിലായിരുന്നു പറഞ്ഞത്. വെൻ ഇറ്റ് റോസ് ഇൻ ദ എയർ. റൈസ് എന്ന് വെച്ചാൽ ഉയരുക, റോസ് എന്ന് വെച്ചാൽ ഉയർന്നു. അപ്പോൾ എയറിൽ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് വയലിൻ്റെ സൗണ്ട് പോലെയാണ്. ദോസ് വെയർ മോർ ലേഷ്യർലി മോർ സ്പേഷ്യസ് ഡേയ്സ്. ലേഷ്യർലി എന്ന് വെച്ചാൽ വളരെ സുഖപ്രദമായിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലങ്ങൾ ദോസ് വെയർ ദ ഗുഡ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് എന്ന് ന്യൂ ബോളിയൊക്കെ സിനിമയിൽ പറയുന്ന പോലെ അദ്ദേഹം പറയുന്നത്. അതെന്ന് വെച്ചാൽ അന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. മോർ സ്പേഷ്യസ് ഡേയ്സ്. സ്പേഷ്യസ് എന്ന് വെച്ചാൽ എന്താ ഒരുപാട് സമയമുള്ള ദിവസമായിരുന്നു. ഇവിടുത്തെ നവാബ് ഹാഡ് ഡൈഡ് ഇയേഴ്സ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നവാബ് മരിച്ചു. ആൻഡ് ഹിസ് ഡീസൻഡൻസ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ. ഡീസൻഡൻസ് വേർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പരമ്പര തുടർന്ന് വരുന്ന ആളുകൾ വേർ ഓൾമോസ്റ്റ് ആസ് പൂവർ ആസ് മെഹമ്മൂദ് ഹിംസെൽഫ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ അവരുടെ അവസ്ഥ ഇപ്പോൾ രാജഭരണമൊക്കെ മാറി നവാബിൻ്റെ താഴോട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ അവരിപ്പോൾ മെഹമ്മൂദിനെ പോലെ തന്നെ ദരിദ്രന്മാരാണ്. കൈറ്റ് മേക്കേഴ്സ് ലൈക്ക് പോയറ്റ്സ് വൺസ് ഹാഡ് ദെയർ പാട്രൺസ്. പാട്രൺ എന്ന് വെച്ചാൽ ഒരു രക്ഷാധികാരി. പേട്രൺ എന്ന് വെച്ചാൽ രക്ഷാധികാരി. ഷേക്സ്പിയറിൻ്റെ പേട്രനായിരുന്നു ജോൺ ഓഫ് ഗോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പ്രഭുക്കന്മാരൊക്കെ ഇങ്ങനെ ഒരുതരം രക്ഷാധികാരിത്വം ഏറ്റെടുക്കുമായിരുന്നു. ഇപ്പോൾ കവികൾക്കും അതുപോലുള്ള കലാകാരന്മാർക്കുമൊക്കെ എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പേട്രനായിട്ട് നിൽക്കും. പേട്രൻ എന്ന് വെച്ചാൽ ഒരാളെ നമ്മളെ സംരക്ഷിച്ച് നമുക്ക് വേണ്ടി പണമൊക്കെ മുടക്കുന്നതല്ല പേട്രൻ എന്ന് പറയുന്നത്. ഇപ്പം അന്ന് മെഹമ്മൂദിന് നവാബ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മെഹമ്മൂദിനെ സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പം ഒരു കാലത്ത് കവികൾക്കൊക്കെ പേട്രൻസ് ഉണ്ടായിരുന്നു. ബട്ട് നോ വൺ ന്യൂ മെഹമ്മൂദ് സിംപ്ലി ബിക്കോസ് ദെയർ വർ ടു മെനി പീപ്പിൾ ഇൻ ദ ഗ്യാലി. ഇപ്പം ഇതേ മെഹമ്മൂദ് ജീവിക്കുന്ന ഇവിടെ ഗ്യാലി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്യാലി രാംനാഥൻ സ്ട്രീറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിനെയാണ് ഗ്യാലി എന്ന് ചുരുക്കി പറഞ്ഞിരുന്നത്. ഗ്യാലി രാംനാഥൻ സ്ട്രീറ്റിലെ ആളുകൾക്ക് ഇപ്പം മുഹമ്മൂദിനെ അത്ര അറിയത്തില്ല. ആൻഡ് ദേ കുഡ് നോട്ട് ബി ബോതേഡ് വിത്ത് ദെയർ നെയ്ബേഴ്സ്. കാരണം ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ എന്ന് വെച്ചാൽ തൊട്ടടുത്താരാ താമസിക്കുന്നതൊന്നും അറിയേണ്ട. സിറ്റി ലൈഫ് വന്നതോടുകൂടി അവനവൻ്റെ കാര്യം സെൽഫിഷ് നേച്ചറാണ്. അടുത്തുള്ളവനെ അടുത്ത വീട്ടിലെ കാര്യങ്ങളൊന്നും പണ്ടത്തെ പോലെ അന്വേഷിക്കുമല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വീടുകൾ ഒരു സമ്പർക്കം കൊണ്ട് ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. വെൻ മെഹമ്മൂദ് വാസ് യങ്ങർ ആൻഡ് ഹാഡ് ഫോളൻ സിക്ക്. പിന്നെ മെഹമ്മൂദ് ഓർക്കുക, മെഹമ്മൂദിൻ്റെ ചെറുപ്പകാലത്ത് മെഹമ്മൂദിന് അസുഖം വന്ന സമയത്ത് സിക്ക് രോഗം വന്ന അവസ്ഥ എവരി വൺ ഇൻ ദ നെയ്ബർഹുഡ് ഹാഡ് കം ടു ആസ്ക് ആഫ്റ്റർ ഹിസ് ഹെൽത്ത്. അപ്പം ചെറുപ്പത്തേക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ അസുഖം വന്ന സമയത്തൊക്കെ എന്നാ ഇത് അടുത്ത വീട്ടിലെ ആളുകളൊക്കെ ഇത് ചോദിച്ചുകൊണ്ട് വന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബട്ട് നൗ വെൻ ഹിസ് ഡേയ്സ് വെർ ഡ്രോയിങ് ടു എ ക്ലോസ് നോ വൺ വിസിറ്റഡ് ഹിം. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ, ഇത്രയും ഓൾഡായ അവസ്ഥയിൽ ആരും ഇദ്ദേഹത്തെ അന്വേഷിച്ച് വരാറില്ല. മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് ഫ്രണ്ട്സ് വെയർ ഡെഡ് ആൻഡ് ഹിസ് സൺസ് ഹാഡ് ഗ്രോൺ അപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ സുഹൃത്തുക്കളൊക്കെ മരിച്ചു. അവരുടെ ആൺമക്കളൊക്കെ ഇപ്പോൾ വളർന്നു. പക്ഷേ ആരും വരുന്നില്ല. വൺ വാസ് വർക്കിംഗ് ഇൻ എ ലോക്കൽ ഗരാഷ്. ഇത് ഗ്യാരേജ് നല്ല ശരിക്കും പറഞ്ഞാൽ ഗരാഷ് എന്നാണ് എൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ മലയാളികളല്ല, അപ്പോൾ ഗ്യാരേജ് എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കിപ്പോയി. ഇൻ എ ലോക്കൽ ഗ്യാരേജ് ആൻഡ് ദ അതർ ഹൂ വാസ് ഇൻ പാകിസ്ഥാൻ അറ്റ് ദ ടൈം ഓഫ് ദ പാർട്ടിഷൻ. അപ്പോൾ ഇദ്ദേഹം പട്ടം ഉണ്ടാക്കിയിരുന്ന ഒരു ഇന്ത്യ പാക് വിഭജനത്തിനൊക്കെ മുമ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഇപ്പം സുഹൃത്തുക്കളുടെ മക്കളിൽ ഒരാളെ ഇപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഓർക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ ഇപ്പം ഇവിടെ ഒരു ലോക്കൽ ഗ്യാരേജിലാണ് വർക്ക് ചെയ്യുന്നത്, ലോക്കൽ ഗ്യാരേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഹു വാസ് ഇൻ അതുപോലെ മറ്റൊരാളെന്ന് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാനിലാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ പാക് വിഭജനം വന്നതോടുകൂടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവർ പാകിസ്ഥാനിൽ ഇവർ ഇന്ത്യയിലായി പോയി. ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു റീജോയിൻ ഹിസ് റിലേറ്റീവ്സ്. അപ്പോൾ അവർ പാകിസ്ഥാനിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് ബന്ധുക്കളുടെ അടുത്തോട്ടൊന്നും വരാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ പറയാനുള്ളത്. The children who had bought kites from him 10 years ago were now grown men. ഗ്രോൺ എന്ന് വെച്ചാൽ വളർന്ന ആളുകൾ, മുതിർന്ന ആളുകളായിട്ട് മാറി, ഗ്രോൺ മെന്നായിട്ട് മാറി. എന്ന് വെച്ചാൽ പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിനോട് പട്ടം മേടിച്ച ആളുകളൊക്കെ ഇപ്പോൾ വളർന്നു, അവർ മുതിർന്നവരായി. സ്ട്രഗ്ലിംഗ് ഫോർ എ ലിവിങ്. അവരിപ്പോൾ എന്താ, അവരൊരു ഡെയിലി അപ്പോൾ ഉപജീവനത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുക, ഉപജീവനത്തിന് വേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക ഇന്നത്തെ കാലത്ത്. ദേ ഡിഡ് നോട്ട് ഹാവ് ടൈം ഫോർ ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് മെമ്മറീസ്. അവർക്കിപ്പം ഇദ്ദേഹത്തെ ഓർക്കാനോ ഇദ്ദേഹത്തിൻ്റെ സ്മരണകളൊന്നും ഓർക്കാൻ നേരമില്ല. ദേ ഹാഡ് ഗ്രോൺ അപ്പ് പിന്നെ സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്ലി വളരെ വേഗത്തിൽ. അതുകൊണ്ടാണ് മാരുതി സ്വിഫ്റ്റ് കാറിന് സ്വിഫ്റ്റ് എന്നൊക്കെ പേരിട്ടേക്കുന്നത്. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ബേർഡാണ്, ഏറ്റവും സ്പീഡിൽ പറയുന്ന പക്ഷിയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്ലി എന്നുള്ള മീനിങ്ങാണ്, ഏറ്റവും വേഗത്തിൽ. ദേ ഹാഡ് ഗ്രോൺ അപ്പ് പിന്നെ സ്വിഫ്റ്റ്ലി ചേഞ്ചിങ് ആൻഡ് കോമ്പറ്റേറ്റീവ് വേൾഡ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പം ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താ, അതെപ്പോഴും ഇങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ വേൾഡാണ്. അതിങ്ങനെ ദിവസം ചെല്ലും തോറും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് പോകണമെങ്കിൽ നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഇപ്പോൾ പട്ടത്തെക്കുറിച്ചോ ഇദ്ദേഹത്തെക്കുറിച്ചോ ഒന്നും ഓർക്കുന്നില്ല. ആൻഡ് ദേ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് കൈറ്റ് മേക്കർ ആൻഡ് ബനിയൻ ട്രീ വിത്ത് ദ സെയിം ഇൻഡിഫറൻസ്.
അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ ഈ ബനിയൻ ട്രീയെ കുറിച്ച് പറയുന്നതിന് കേസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ബനിയൻ ട്രീയും ഇദ്ദേഹത്തെ പോലെ തന്നെ വളരെ ഓൾഡാണ്. അപ്പം ഈ ബനിയൻ ട്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ ബനിയൻ ട്രീ പോലെയാണ് ഇദ്ദേഹം എന്തായാലും കാണിക്കുന്നത്. ബനിയൻ ട്രീയും ഇപ്പം ആ നാട്ടിൽ പഴയതാണ്, ഇദ്ദേഹവും പഴയതാണ്. ആളുകൾക്ക് ഇതിനൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഇതെല്ലാം ഒരു നഗരവൽക്കരണത്തെ കുറിച്ചാണ് ഇതിൽ നമ്മളോട് റസ്കിൻ ബോണ്ട് എപ്പോഴും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് എന്തൊക്കെ മാറ്റം വന്നു, സെൽഫിഷ് നേച്ചർ ഉണ്ടാവുകയാണ് പറഞ്ഞത്. ബോത്ത് വെർ ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് പെർമനൻറ്റ് ഫിക്സ്റ്റേഴ്സ് ദാറ്റ് വെർ ഓഫ് നോ കൺസേൺ ടു ദ റാക്കസ് സ്വെറ്റിംഗ് മാസ് ഓഫ് ഹ്യൂമാനിറ്റി. സ്വെറ്റിംഗ് എന്ന് വെച്ചാൽ വിയർപ്പ്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്, സ്വെറ്റിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ വിയർപ്പ് ഒഴുക്കുന്ന തരത്തിലുള്ള മാസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യന്മാർ എന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകളെ വെച്ച് നോക്കുമ്പം ഈ ബനിയൻ ട്രീയോ ഈ മെഹ്മൂദോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നോ കൺസേൺ ആണ്. നോ കൺസേൺ എന്ന് വെച്ചാൽ അത് പരിഗണന അർഹിക്കുന്നൊന്നുമല്ല. എന്ന് വെച്ചാൽ അതിനൊന്നും ആളുകൾക്ക് ശ്രദ്ധിക്കാനുള്ള നേരമില്ല. ഹ്യൂമാനിറ്റി ദാസ് സറൗണ്ടഡ്. ഒരുപാടുള്ള ആളുകൾ മെഹ്മൂദിനെയോ ഈ ബനിയൻ ട്രീയോ ഒന്നും കുറച്ച് ബോധർ ചെയ്യാറില്ല. നോ ലോങ്ങർ ഡിഡ് പീപ്പിൾ ഗ്യാദർ അണ്ടർ ദ ബനിയൻ ട്രീ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെമ്മറീസും ആളുകൾ ഓർക്കുന്നില്ല എന്നുള്ള പോലെ തന്നെയാണ് പണ്ട് ചെറുപ്പകാലത്ത്, ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ആ ബനിയൻ ട്രീയുടെ കീഴെ ആളുകൾ വന്നിരിക്കുകയാണ്. ഇന്നങ്ങനെയല്ല. നോ വൺ ഷുഡ് ഗ്യാദർ എന്ന് വെച്ചാൽ കൂടിച്ചേരുക അണ്ടർ ദ ബനിയൻ ട്രീ ടു ഡിസ്കസ് ദെയർ പ്രോബ്ലംസ് ആൻഡ് ദെയർ പ്ലാൻസ്. അല്ല നമുക്കറിയാം ഗ്രാമപ്രദേശത്തൊക്കെ ആളുകൾ ഇങ്ങനെയുള്ള വലിയ ആൽമരം പോലത്തെ മരങ്ങളുടെ കീഴിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. അവരുടെ പ്രശ്നങ്ങളും ഗോസിപ്പുകളും ഒക്കെ ഇറക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ആളുകളില്ല. ഓൺലി ഇൻ ദ സമ്മർ മന്ത്സ് ഡിഡ് എ ഫ്യൂ സീക്ക് ഷെൽട്ടർ ഫ്രം ദ ഫിയേഴ്സ് സൺ. ഫിയേഴ്സ് എന്ന് വെച്ചാൽ ഭയാനകമായിട്ടുള്ള സൺ. അപ്പോൾ ആകെ ആളുകൾ ഇപ്പോൾ ആ ബനിയൻ ട്രീയെ ആശ്രയിക്കുന്ന വെച്ചാൽ വലിയ ചൂടുള്ള കാലഘട്ടത്തിൽ സമ്മർ സീസണിൽ വേനൽക്കാലത്ത് മാത്രം തണൽ കിട്ടാനായിട്ട് അതിൻ്റെ കീഴേ ഇരിക്കുന്നത് കാണാം. ബട്ട് ദെയർ വാസ് ദ ബോയ് ഹിസ് ഗ്രാൻഡ് സൺ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയിലേക്ക് തിരിച്ചു വയ്ക്കും. ബട്ട് ദെയർ വാസ് ഹിസ് ഗ്രാൻഡ് സൺ. ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് മെഹ്മൂദ്സ് സൺ വർക്ക്ഡ് ക്ലോസ് ബൈ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്നതിന് കാരണം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു മകന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് പേരക്കുട്ടി എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത്. ഫോർ ഇറ്റ് ഗ്ലാഡൻ എന്ന് വെച്ചാൽ സന്തോഷം, ഗ്ലാഡൻ എന്ന് വെച്ചാൽ സന്തോഷിപ്പിച്ചു. മെയ്ഡ് ഹിം ഹാപ്പി എന്നുള്ള മീനിങ് ആണ് ഗ്ലാഡൻ എന്ന് വെച്ചാൽ സന്തോഷിപ്പിച്ചു. ഗ്ലാഡൻ എന്ന് വെച്ചാൽ സന്തോഷിപ്പിച്ചു. ഗ്ലാഡ് എന്ന് വെച്ചാൽ സന്തോഷം. ദ ഓൾഡ് മാൻസ് ഹാർട്ട് ടു എന്ന ഗ്ലാഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗ്ലാഡൻഡ് എന്ന് വെച്ചാൽ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഇപ്പോൾ തൊട്ടടുത്തിട്ടുള്ളത്. ഗ്ലാഡൻ ദ ഓൾഡ് മാൻസ് ഹാർട്ട് ടു വാച്ച് എ സ്മോൾ ബോയ് അറ്റ് എ പ്ലേ ഇൻ ദ വിൻ്റർ സൺഷൈൻ. അപ്പം വിൻ്ററിലുള്ള സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി കളിക്കുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതി സന്തോഷിപ്പിച്ചു. ഗ്രോവിങ് അണ്ടർ ഹിസ് ഐസ് ലൈക്ക് എ യങ് ആൻഡ് വെൽ നൗറിഷ്ഡ് സാപ്ലിംഗ് പുട്ടിംഗ് ഫോർത്ത് ന്യൂ ലീവ്സ് ഈച്ച് ഡേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കുട്ടി ഇങ്ങനെ വളർന്ന് ഇദ്ദേഹം നോക്കിയെന്ന് വെച്ചാൽ ഒരു മരത്തിൽ ഇങ്ങനെ പുതിയ ഇലകൾ വരുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ദെയർ ഇസ് എ ഗ്രേറ്റ് അഫിനിറ്റി ബിറ്റ്വീൻ ട്രീസ് ആൻഡ് മെൻ. പിന്നെ ഇദ്ദേഹം പറയുവാണ്, പലപ്പോഴും മരങ്ങളും മനുഷ്യരും തമ്മിൽ അല്ലെങ്കിൽ ഇപ്പം പുരുഷന്മാരും മരങ്ങളും ഒരുപോലെയാണെന്ന് ഇദ്ദേഹം പറയുകയാണ്. വി ഗ്രോ അറ്റ് മച്ച് ദ സെയിം പേസ്. അപ്പം മരങ്ങൾ വളരുന്ന പോലെയാണ് നമ്മളും വളരുന്നത്. ഇഫ് വി ആർ നോട്ട് ഹേർട്ട് ഓർ സ്റ്റാർവ്ഡ് ഓർ കട്ട് ഡൗൺ എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ആരും ഹേർട്ട് എന്ന് വെച്ചാൽ ഉപദ്രവിക്കുക. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹേർട്ട് എന്ന് തന്നെ കേട്ടോ. ഹേർട്ട് എന്നൊരു വാക്കില്ല. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എല്ലാം പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എല്ലാം അതിൻ്റെ ഹേർട്ട് എന്ന് തന്നെയാണ്. ഇതുപോലെ മറ്റൊരു വാക്ക് കട്ടെന്നുള്ളത്, അതിൻ്റെ കട്ടിടുന്നൊരു വാക്കില്ല, കട്ട് എന്നാണ് പറയുന്നത്. ഇതുപോലെ ഹെഡ്. അപ്പോൾ ഇഫ് വി ആർ നോട്ട്, അപ്പം ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ് നമ്മൾ മരങ്ങൾ പോലെയാണ്, നമ്മളെ ആരും ഉപദ്രവിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർവ്ഡ് എന്ന് വെച്ചാൽ നമ്മളെ പട്ടിണിയാക്കിയില്ലെങ്കിൽ. സ്റ്റാർവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് സ്റ്റാർവ്ഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹേർട്ട് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമിലാണ് ഇവിടെ HURT ഹേർട്ട് തന്നിരിക്കുന്നത്. നമ്മൾ സന്ദർഭം അനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഹേർട്ട് ഓർ സ്റ്റാർഡ് ഓർ കട്ട് ഡൗൺ. അപ്പം നമ്മളെ ആരും മുറിച്ച് മാറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആരും പട്ടിണിയാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആരും വേദനിപ്പിച്ചില്ലെങ്കിൽ നമ്മളും മരങ്ങൾ പോലെ തന്നെ വളരുന്നത്. കാരണം മരമാകുമ്പോൾ നമുക്കറിയാം അതിനെ ആരെങ്കിലും മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ മുറിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട ന്യൂട്രിഷൻ കിട്ടിയില്ലെങ്കിലൊക്കെയാണ് അത് ഇല്ലാതായി പോകുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം എന്ന് പറയാം. ശരിയല്ലേ? ഇൻ അവർ യൂത്ത് വി ആർ റെസിപ്ലൻറ്റ് ക്രിയേച്ചേഴ്സ്. ഇപ്പം നമ്മുടെ യൂത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളെന്ന് വെച്ചാൽ റെസിപ്ലൻറ്റ് ക്രിയേച്ചേഴ്സാണ്. ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ ജീവികൾ, നമ്മുടെ ചുറിയൂറുകളുള്ള ജീവികളാണ്. ആൻഡ് ഇൻ അവർ ഡിക്ലൈനിങ് ഇയേഴ്സ് വി സ്റ്റൂപ്പ് എ ലിറ്റിൽ. ഇപ്പോൾ നമ്മുടെ നേരത്തെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വളരെ ചുറിയൂറുകൂടെ നടക്കും. ഇച്ചിരി നമ്മുടെ ഓൾഡ് ആയിക്കൊണ്ട് സ്റ്റൂപ്പ് ചെയ്യും. സ്റ്റൂപ്പ് എന്ന് വെച്ചാൽ ഇച്ചിരി വളയുക. വി റിമെമ്പർ വി സ്ട്രെച്ച് അവർ ബിറ്റിൽ ലിംസ് ഇൻ ദ സൺ. ലിംബെന്ന് വെച്ചാൽ വിരലുകൾ. ആൻഡ് ദെൻ വിത്ത് എ സൈ എന്ന് വെച്ചാൽ നെടുവീർപ്പ്. വി ഷെഡ് അവർ ലാസ്റ്റ് ലീവ്സ്. ഇപ്പോൾ ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ ചുറിയൂറുക്കുള്ള മരം പോലെ നിൽക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പതുക്കെ വളയും. പിന്നെ പതുക്കെ എന്നായും മരത്തിൽ നിന്ന് ഇല കൊഴിച്ച് മരം ഇല്ലാതാകുന്ന പോലെ നമ്മളും പതുക്കെ
സൂര്യനെ നോക്കി ഒരു നെടുവീർപ്പോടെ നമ്മളും മരത്തിൽ നിന്ന് ഇല കൊഴിയുന്ന ലാഘവത്തോടു കൂടി നമ്മൾ ഒരു ഇല കൊഴിഞ്ഞൊരു മരം തീരുന്ന അവസ്ഥയോടെ നമ്മളും ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് മരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു. മെഹ്മൂദ് വാസ് ലൈക്ക് ദ ബനിയൻ. ഇവിടെ ബനിയൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ബനിയൻ ട്രീ ആണ്. ഒരു ആൽമരത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഓൾഡ് ബനിയൻ ട്രീ. ഗാലിറാം നാഥൻ സ്ട്രീറ്റിലെ ഒരു ഓൾഡ് ബനിയൻ ട്രീ, അതായത് ഇദ്ദേഹത്തിനേക്കാളും പ്രായമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിസ് എന്ന് വെച്ചാൽ നഗരവൽക്കരിക്കപ്പെട്ടെങ്കിലും ആ മരം മാത്രം വെട്ടി മാറ്റിയില്ല. മെഹ്മൂദ് വാസ് ലൈക്ക് ദ ബനിയൻ. മെഹ്മൂദും ഈ ബനിയൻ ട്രീ ഒരുപോലെയാണ് മെഹ്മൂദ് വിചാരിക്കുകയാണ്. ഹിസ് ഹാൻഡ്സ് ഗ്നാർഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളെന്ന് വെച്ചാൽ ചുളിവുകൾ വീണാൽ ട്വിസ്റ്റഡ് ലൈക്ക് ദ റൂട്ട്സ് ഓഫ് ദി ഏൻഷ്യൻറ്റ് ട്രീ. റൂട്ട്സ് എന്ന് വെച്ചാൽ അതിൻ്റെ വേരുകൾ. അപ്പം ഈ പുരാതനമായ ബനിയൻ ട്രീയുടെ വേരുകൾ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കൈ കണ്ടാലും. അലി വാസ് ലൈക്ക് ദ യങ് മിമോസ പ്ലാന്റ്. മിമോസ എന്ന് വെച്ചാൽ തൊട്ടാവാടി. ആൻഡ് ദ എൻഡ് ഓഫ് ദ കോർട്ടിയാർഡ്. അപ്പം തൊട്ടാവാടി മിമോസ. അപ്പം അലി എന്ന് വെച്ചാൽ എന്താ ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ കോർട്ടിയാർഡ് എന്ന് വെച്ചാൽ മുറ്റത്തുള്ള യങ് മിമോസ പ്ലാന്റ് പോലെയാണ് അലി ഇരിക്കുന്നത്. മിമോസ തൊട്ടാവാടിയാണെന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങളൊന്ന് ഹിസ്റ്ററി നോക്കിയേക്കണം. ഇൻ 2 years ബോത്ത് he and the tree would acquire the strength and confidence of their early youth. അപ്പം അദ്ദേഹം പറയും in 2 years both he and the tree would acquire the strength and confidence of their early youth. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഈ 2 വർഷത്തിനുള്ളിൽ ഈ ട്രീയും ഈ മരവും അതുപോലെ തന്നെ ഇദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ആ ഒരു സ്ട്രെങ്ത് കൈവരിക്കും എന്നൊക്കെ ഇദ്ദേഹം വിചാരിക്കുന്നു. The voices in the street grew fainter. എന്ന് വെച്ചാൽ സ്ട്രീറ്റിലുള്ള ശബ്ദങ്ങൾ. ആൻഡ് മെഹ്മൂദ് wondered if he was going to fall asleep and dream, as he so often did, of a kite so beautiful and powerful that it would resemble the great white bird of Hindus, Garuda. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തെരുവിൽ നിന്ന് ഇങ്ങനെ വലിയ ആരവങ്ങൾ കേൾക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി, അദ്ദേഹം ഇന്ന് ഈ ഡ്രീമിലാണോ അതോ ഉറക്കത്തിലാണോ അദ്ദേഹം ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു വ്യക്തതയില്ല. അതെന്ന് വെച്ചാൽ എങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കൈറ്റ് പറക്കുന്നതായിട്ട് തോന്നി. ആ കൈറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ഗരുഡ, ഹിന്ദുസിൻ്റെ ഹോളി ബേർഡായിട്ടുള്ള ഹിന്ദുസിൻ്റെ ബേർഡ്, ഹിന്ദു പുരാണത്തിൽ കാണുന്ന ഒരു വൈറ്റ് ബേർഡായിട്ടുള്ള ഗരുഡൻ്റെ എന്ന് വെച്ചാൽ ഗോഡ് വിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഫേമസ് സ്റ്റേഡ്, ഗോഡ് വിഷ്ണുസ് ഫേമസ് സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ വിഷ്ണുദേവൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ പോലെ ഒരു പട്ടം പോലെ തോന്നി. ഹി വുഡ് ലൈക്ക് ടു മേക്ക് എ വണ്ടർഫുൾ ന്യൂ കൈറ്റ് ഫോർ ലിറ്റിൽ അലി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എൻ്റെ അലിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ കൈറ്റ് ഉണ്ടാക്കും. ഹി ഹാഡ് നത്തിങ് എൽസ് ടു ലീവ് ദ ബോയ്. എനിക്കിതല്ലാതെ മറ്റൊന്നും ഈ കുട്ടിക്ക് കൊടുക്കാനില്ല. ഹി ഹേർഡ് അലീസ് വോയിസ് ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കേൾക്കുവാണ്, അലിയുടെ ഉച്ച കേൾക്കുവാണ്, അകലെ ദൂരെ കേൾക്കുവാണ്. ബട്ട് ഡിഡ് നോട്ട് റിയലൈസ് ദാറ്റ് ദ ബോയ് വാസ് കോളിങ് ഹിം. എന്ന് വെച്ചാൽ ഇപ്പം ഇത് മെഹ്മൂദ് ശരിക്കും ഒരു ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ഒരു മയക്കത്തിലിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് കൂട്ടുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഹി ഹേർഡ് അലീസ് വോയിസ് ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി അലി അദ്ദേഹത്തെ ദൂരെ നിന്ന് വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ദൂരെ നിന്നല്ല അലി വിളിച്ചത്. ബട്ട് ഡിഡ് നോട്ട് റിയലൈസ് ദാറ്റ് ദ ബോയ് വാസ് കോളിങ് ഹിം. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ഈ മയങ്ങുന്ന കണ്ടുകൊണ്ട് കൊച്ചു വിളിക്കുന്നതാണ്. പേരക്കുട്ടി മുത്തച്ഛൻ മരിക്കാൻ തുടങ്ങുന്ന കണ്ടിട്ട് വിളിക്കുന്നതാണ് ഇദ്ദേഹം കേൾക്കുന്നത്. ദ വോയിസ് സീംഡ് ടു കം ഫ്രം വെരി ഫാർ അവേ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈ ശബ്ദം കേൾക്കുന്നത് വളരെ വളരെ ദൂരെ നിന്നാണ് ഇദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു. അലി വാസ് അറ്റ് ദ കോർട്ടിയാർഡ് ഡോർ. പക്ഷേ അലി എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിൽ മുറ്റത്ത് ഡോറിൻ്റെ അവിടെ നിന്നാണ് വിളിച്ചിരുന്നത്. ആസ്കിങ് ഇഫ് ഹിസ് മദർ ഹാസ് യെറ്റ് റിട്ടേൺഡ് ഫ്രം ദ ബാസാർ. അപ്പം അലി ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നത് എന്താ, മദർ ബാസാറിൽ നിന്ന്. ബാസാർ എന്ന് വെച്ചാൽ ചന്തയിൽ പോയിട്ട് തിരിച്ചു വന്ന, മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നെന്നാണ് അലി ചോദിച്ചിട്ടുണ്ട്. വെൻ മെഹ്മൂദ് ഡിഡ് നോട്ട് ആൻസർ. പക്ഷേ മെഹ്മൂദ് ആൻസർ തരുന്നുണ്ടോ? ഇല്ല. ദ ബോയ് കെയിം ഫോർവേഡ് റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ. അപ്പം ഇവൻ ചന്തയിൽ പോയിട്ട് അമ്മ തിരിച്ചു വന്നെന്ന് ചോദിച്ചുകൊണ്ട് മെഹ്മൂദിൻ്റെ അടുത്തോട്ട് കൊച്ചു കയറി ചെല്ലുവാണ്. റിപ്പീറ്റിംഗ് ഹിസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആവർത്തിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. ദ സൺലൈറ്റ് വാസ് സ്ലാൻറ്റിങ് അക്രോസ് ദ ഓൾഡ് മാൻസ് ഹെഡ്. അപ്പോൾ എന്നാ ഇത് സൂര്യപ്രകാശം ഇങ്ങനെ ഓൾഡ് മാൻ്റെ ഹെഡിൽ നിന്ന് മാറുകയാണ്. ആൻഡ് എ സ്മോൾ വൈറ്റ് ബട്ടർഫ്ലൈ റെസ്റ്റഡ് ഓൺ ഹിസ് ഫ്ലോവിങ് ബിയേർഡ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ താടിയിൽ, ബിയേർഡ് എന്ന് വെച്ചാൽ താടിയിൽ ഒരു ബട്ടർഫ്ലൈ വന്ന് ഇരിക്കുവാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു അനക്കമില്ല. മെഹ്മൂദ് വാസ് സൈലൻറ്റ്. മെഹ്മൂദ് അപ്പോഴത്തേനും മരിച്ചിരുന്നു. മെഹ്മൂദ് നിശബ്ദനായിരിക്കും. ആൻഡ് വെൻ അലി പുട്ട് ഹിസ് സ്മോൾ ബ്രൗൺ ഹാൻഡ് ഓൺ ദ ഓൾഡ് മാൻസ് ഷോൾഡർ. അലി പതുക്കെ എന്നാ ചെയ്തു, അദ്ദേഹത്തിൻ്റെ അലിയുടെ സ്മോൾ ബ്രൗൺ കൈ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ വെച്ചപ്പം ഹി മെറ്റ് വിത്ത് നോ റെസ്പോൺസ്. മുത്തച്ഛനൊരു അനക്കോ ഇല്ല, റെസ്പോൺസ് ഒന്നുമില്ലെന്ന് മനസ്സിലായി. ദ ബോയ് ഹേഡ് എ ഫെയിൻറ്റ് സൗണ്ട് ലൈക്ക് ദ റബ്ബിംഗ് ഓഫ് മാർബിൾസ് ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മാർബിൾ ഉരയ്ക്കുന്ന പോലത്തെ ഒരു സൗണ്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ അലി കേട്ടു. സഡൻലി അഫ്രൈഡ് അലി ടേൺഡ് ആൻഡ് മൂവ്ഡ് ടു ദ ഡോർ. അലി എന്നെ ചെയ്തു, ഡോറിൻ്റെ അടുത്തേക്ക് മാറി. ആൻഡ് ദെൻ റാൻ ടുവേർഡ് സ്ട്രീറ്റ് ഷൗട്ടിങ് ഫോർ ഹിസ് മദർ. അലി എന്നെ ചെയ്തു, ചന്തയിൽ പോയി അമ്മയെ അന്വേഷിച്ച്
മാർക്കറ്റിലോട്ട് ഓടി. ദ ബട്ടർഫ്ലൈ ലെഫ്റ്റ് ദ ഓൾഡ് മാൻസ് ബിയേർഡ്. ബട്ടർഫ്ലൈ ആ സമയം ഓൾഡ് മാൻ്റെ ബിയേർഡിൽ നിന്ന് പോയി. അപ്പം അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ ഓൾഡ് മാൻ്റെ താടിയിൽ നിന്ന് പോയി എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് മെഹമ്മൂദിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു എന്നുള്ളത്. കൊച്ചു നോക്കുമ്പോൾ മുത്തച്ഛൻ മരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഫ്ലൂ ടു ദ മിമോസ ട്രീ. പിന്നെ ഇത് ഈ ബട്ടർഫ്ലൈ ഓൾഡ് മാൻ്റെ താടിയിൽ നിന്ന് പോയി മിമോസ ട്രീയിലേക്ക് പോയി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകനെയാണ് മിമോസ ട്രീ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതുപോലെ ഇപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ കൊച്ചുമോനിലാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് എ സഡൻ ഗസ്റ്റ് ഓഫ് വിൻഡ് കോഡ് ദ ടോൺ കൈറ്റ് ആൻഡ് ലിഫ്റ്റഡ് ഇറ്റ് ഇൻ ദി എയർ. ഇപ്പം ഒരു പൊട്ടിയ പട്ടം, കീറിയ പട്ടം, ടോണെന്ന് വെച്ചാൽ കീറുക, നമ്മൾ ടോൺ ഷട്ടെന്ന് മുമ്പേ പറഞ്ഞു. ടോൺ ഷട്ടെന്ന് വെച്ചാൽ കീറിയ ഷട്ടെന്ന് പറഞ്ഞു. ടോൺ കൈറ്റ് എന്ന് വെച്ചാൽ പൊട്ടിയ പട്ടം, കീറിയ പട്ടം വായുവിൽ പോകുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ്, ഇദ്ദേഹത്തിൻ്റെ ജീവനും വഹിച്ചുകൊണ്ട് ഒരു വിൻഡ് പോയെന്നാണ് പറഞ്ഞത്. ക്യാരിങ് ഇറ്റ് ഫാർ അബോവ് ദ സ്ട്രാഗ്ലിംഗ് സിറ്റി ഇൻ ടു ദ ബ്ലൈൻഡ് ബ്ലൂ സ്കൈ. എന്ന് വെച്ചാൽ ഒരു പൊട്ടിയ പട്ടം ആകാശത്തിൻ്റെ അഗാധത്തിലേക്ക് പോകുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം മരിക്കാൻ നേരത്ത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് വരുന്നു, ഒരു പട്ടം പറക്കുന്നതായിട്ട് തോന്നുന്നു. അതെന്ന് വെച്ചാൽ അതൊരു വൈറ്റ് ബേർഡ് പോലെ തോന്നുന്നു. വൈറ്റ് ബേർഡ്, വെള്ള കളറിലുള്ള പക്ഷി. ആ പക്ഷി എന്ന് വെച്ചാൽ ഹിന്ദുസിൻ്റെ ഹോളി ബേർഡായിട്ടുള്ള ഗരുഡനാണ് എന്നൊക്കെയുള്ള തോന്നൽ അദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓർത്തോർത്തിരുന്ന് മരിച്ചു എന്നാണ് കഥയിൽ കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണകളിലൂടെ കാണിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹം ആ ബനിയൻ ട്രീയും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ ആൽമരവും ഇദ്ദേഹം ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ആളുകളെ ഇവർ രണ്ടുപേരും മറന്നിരിക്കുന്നു. പണ്ടത്തെ പോലെ ആളുകൾക്ക് ഒരു ഫ്രണ്ട്ലി നേച്ചറല്ല, സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണുള്ളത്. അതുപോലെ തന്നെ നാഗരികത വന്നു കയറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മെഷീൻസിനാണ് പ്രാധാന്യം. ഇല്ല കയറ്റ് പോലെയുള്ള വിനോദങ്ങൾക്കൊന്നും ഇത് ഇപ്പം ഇല്ല. അങ്ങനെ മനുഷ്യ ജീവിതത്തിലെ പല സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നില്ല എന്നൊക്കെയുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇപ്പം നാഗരികതയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അർബനൈസേഷനെ വിമർശിച്ചുകൊണ്ട് എഴുതി, ഒരു സറ്ററൈസ് ചെയ്തുകൊണ്ട് ആക്ഷേപിച്ച് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ടെസ്റ്റുമായിട്ട് വെച്ച് ഞാൻ ഈ പറയുന്ന വോയിസോടെ വെച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ കിട്ടാത്ത വാക്കുകളുടെ അർത്ഥമൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ടെസ്റ്റിൽ റെഫർ ചെയ്ത് എടുത്തുകൊള്ളണം. ഓക്കെ, താങ്ക് യു.